മഹിമയിൽ വാണിടും യേശു കർത്താവിന്റെ സാന്നിധ്യം. ഹല്ലേലൂയ. മഹത്വത്തിൻ സാന്നിധ്യം. ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒത്തിരി സ്നേഹത്തോടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹവും സമാധാനവും ആശംസിക്കുകയാണ്. വളരെ പ്രത്യാശയോടെ നമുക്ക് വേണ്ടി സ്വർഗം ഒരുക്കിയിരിക്കുന്ന ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് പ്രവേശിക്കാം. 119 സങ്കീർത്തനം 130 തിരുവചനത്തിൽ കർത്താവിൻ്റെ വചനം ഇപ്രകാരം പറയുകയാണ്: അങ്ങയുടെ വചനങ്ങളുടെ ചുരുളഴിയുമ്പോൾ പ്രകാശം പരക്കുന്നു, എളിയവർക്ക് അത് അറിവ് പകരുന്നു. പ്രിയപ്പെട്ടവരെ, ഒത്തിരി ആനന്ദത്തോടെ നമുക്കൊരു നിമിഷം ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. അനേകം ആയിരങ്ങളെ കർത്താവ് അനുഗ്രഹിക്കുന്ന സമയമാണ്. കർത്താവ് നമുക്ക് നൽകിയ ഈ വലിയ അവസരത്തെ ഓർത്ത് നന്ദിയോടെ കരമടിച്ച് നമുക്ക് പാടി ആരാധിക്കാം. കം ഹോളി സ്പിരിറ്റ്, വരിക പരിശുദ്ധാത്മാവേ. ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളിലും കത്തിജ്വലിക്കുക. പതിനായിരങ്ങളെ, ജനലക്ഷങ്ങളെ, ജനകോടികളെ ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷകൾക്കായി, കാലത്തിന് അടയാളങ്ങൾ തിരിച്ചറിയുവാനായി അഭിഷേകം ചെയ്യണമേ. ലോർഡ് ബ്ലെസ്, ബ്ലെസ്, ബ്ലെസ് ലോർഡ്. കരമടിച്ച് ആത്മനിറവിൽ ചേർത്ത് പാടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിയിടുന്നു. ചേർത്ത് പാടാം. ബലവാനായോ നടത്തിയിടുന്നു. കൃപയാലേ, കൃപയാലേ, കൃപയാൽ അനുദിനവും, കൃപയാലേ, കൃപയാലേ, കൃപയാൽ അനുദിനവും. കരങ്ങൾ ഉയർത്തി അടിച്ചു പാടുന്നു. കൃപയാലേ, കൃപയാലേ, കൃപയാൽ അനുദിനവും. വരിക, വരിക പരിശുദ്ധാത്മാവേ. ജനകോടികളിൽ, ജനപദങ്ങളിൽ, ലോകജനതയിൽ വന്നു നിറയുക പരിശുദ്ധാത്മാവേ. ഒരിക്കൽ കൂടെ എല്ലാവരും കൃപയാലേ, കൃപയാലേ, കൃപയാൽ അനുദിനവും, കൃപയാലേ, കൃപയാലേ, കൃപയാൽ അനുദിനവും, കൃപയാൽ അനുദിനവും, കൃപയാൽ അനുദിനവും. ഇരു കരങ്ങളും നമ്മുടെ മധ്യ വസിക്കുന്ന കർത്താവിന്റെ സാന്നിധ്യത്തിന് മുൻപിൽ ഉയർത്തിപ്പിടിച്ച് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവേ വരിക, വരിക. ഈ സ്തുതി ആരാധനയിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന ജനലക്ഷങ്ങളുടെ മേൽ മഹത്വത്തോടെ വരിക പരിശുദ്ധാത്മാവേ. കർത്താവേ, അങ്ങയുടെ മഹത്വത്തിൻ സാന്നിധ്യം ജനകോടികളിലേക്ക് ഇറങ്ങി വരട്ടെ. അനേകം കുടുംബങ്ങളിൽ, അനേകം കൂട്ടായ്മകളിൽ, അനേകം സഭാ സമൂഹങ്ങളിൽ കർത്താവേ, അവിടുത്തെ മഹത്വമേറിയ സാന്നിധ്യം വെളിപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വംശപരമ്പരകളിൽ, തലമുറകളിൽ ആധിപത്യം പുലർത്തുന്ന ശാപഗ്രസ്തമായ എല്ലാ അടിമത്തങ്ങളും യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേക സാന്നിധ്യത്താൽ നിർവീര്യമാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോകമെമ്പാടുമുള്ള സകല ദൈവജനത്തിന്റെ മേൽ ശക്തിയോടെ പ്രവർത്തിക്കുക. ലോക ജനതയുടെ മേൽ, സകല ജനപദങ്ങളുടെ മേലും പ്രവർത്തിക്കുക പരിശുദ്ധാത്മാവേ. കർത്താവിന്റെ സുവിശേഷത്തെ തടസ്സപ്പെടുത്തുന്ന ദുഷ്ടപിശാചിന്റെ സകല ശ്രമങ്ങളെയും ചതികളെയും കെണികളെയും പരിശുദ്ധാത്മാവേ നിർവീര്യമാക്കണമേ. ഹബലിയ, 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 ഹബലിയ. ഇരു കരങ്ങളും ഉയർത്തി ഒരിക്കൽ കൂടെ ആത്മനിറവിൽ ദൈവമക്കളെ സ്വരമുയർത്തി യേശുവിനെ വിളിക്കുന്നു. യേശുവേ,
മഹത്വത്തിന്റെ രാജാവേ, മഹത്വത്തിന്റെ കർത്താവേ, കാലഘട്ടത്തിന് അഭിഷേകമായി പതിനായിരങ്ങളിൽ ജനലക്ഷങ്ങളിൽ കത്തിപ്പടരുക. കുടുംബങ്ങളിൽ സ്വർഗത്തിന്റെ തീയിറങ്ങട്ടെ. അന്ധകാര കോട്ടകളിൽ സാത്താന്റെ സകല പോരുകളിൽ സ്വർഗത്തിൽ അഗ്നിയിറങ്ങട്ടെ. എല്ലാം കത്തിച്ചാമ്പലാകട്ടെ. കർത്താവെ, നീ പ്രവർത്തിച്ചതിനായി, കർത്താവ് നിന്റെ ജനത്തെ അനുഗ്രഹിച്ചതിനായി, പതിനായിരങ്ങളെ അഭിഷേകം ചെയ്ത സ്നേഹത്തിനായി, കാലത്തിന്റെ അടയാളങ്ങൾ തിരിച്ചറിയുവാൻ ഞങ്ങളെ സ്വർഗീയ ജ്ഞാനം കൊണ്ട് നിറച്ചതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. താങ്ക് യു, താങ്ക് യു ജീസസ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിന്റെ സൈന്യാധിപയായ നമ്മുടെ പരിശുദ്ധ അമ്മയുടെ കരങ്ങൾ പിടിച്ച് പരസ്പരം കരങ്ങൾ കോർത്ത് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഈ ശുശ്രൂഷയിൽ പങ്കാളികളായി നമ്മൾ ഒരുമിച്ച് വലിയ ആനന്ദത്തോടെ ചേർന്ന് പാടുന്നു. ആവേ 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 മരിയ, ആവേ 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 മരിയ. എല്ലാവരും ചേർന്ന് സ്നേഹത്തോടെ പാടി പ്രാർത്ഥിച്ചേ. ആവേ ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ കന്യക മേരിയമ്മേ. ആവേ മരിയ, ആവേ മരിയ കന്യക മേരിയമ്മേ. പരിശുദ്ധ അമ്മേ, സ്വർഗത്തിന്റെ സൈന്യാധിപേ, ഞങ്ങൾ പരിശുദ്ധാത്മാവ് നിറയെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആവേ മരിയ, ആവേ മരിയ കന്യക മേരിയമ്മേ, കന്യക മേരിയമ്മേ, കാവൽ മാലാഖമാരേ, നിത്യവും കാത്തിടണേ, കൂടെ കരങ്ങൾ ഉയർത്തി. ആവേ 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 മരിയ, ആവേ 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 മരിയ. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി, എല്ലാ ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. അമ്മയുടെ വിമല ഹൃദയത്തോട് ചേർന്ന് ഞങ്ങൾ ഓരോരുത്തരും പരിശുദ്ധാത്മാവിൽ നിറയുവാൻ പ്രാർത്ഥിക്കുകയാണ്. ആമേൻ, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, കർത്താവിൻ്റെ കൃപയുടെ വചനത്തിൻ്റെ മുൻപിൽ ഒരുക്കമുള്ള ഹൃദയത്തോടെ നമുക്കായിരിക്കാം. മഹത്വത്തിൻ സാന്നിധ്യം എന്ന ഈ ശുശ്രൂഷയിൽ കാലത്തിൻ്റെ അടയാളങ്ങൾ എന്ന വചന പരമ്പരയിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ നയിക്കുകയാണ്. കർത്താവായ ക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തെ വിളിച്ചറിയിക്കുന്ന കാലത്തിൻ്റെ അടയാളങ്ങൾ. കഴിഞ്ഞ ആഴ്ചയിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണങ്ങൾ, ഇതെല്ലാം കാലത്തിൻ്റെ അടയാളങ്ങളാണ്. ഇതിലൂടെ എല്ലാം കർത്താവ് നമ്മോട് സംസാരിക്കുന്നുണ്ട്. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ മറിയത്തിന്റെ പങ്കിനെ കുറിച്ച് ത്രിയേക ദൈവം കൂടുതൽ നമ്മെ വ്യക്തമാക്കുകയാണ്. സ്വർഗത്തിന് നമ്മോട് സംസാരിക്കുവാനുള്ള ഏറ്റവും ശക്തമായ മാധ്യമമാണ് പരിശുദ്ധ മറിയം. കഴിഞ്ഞ ആഴ്ചയിൽ തിരുവചന ശുശ്രൂഷയിൽ നമ്മൾ അത് ധ്യാനിച്ചതാണ്. വാഴ്ത്തപ്പെട്ട ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ശക്തമായ വാക്കുകളാണിത്. സ്വർഗത്തിന്റെ വാഗ്ദാവാണ് പരിശുദ്ധ മറിയം. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 45-ാം തിരുവചനത്തിൽ ദൈവത്തിന്റെ വചനം ഇപ്രകാരം പ്രഖ്യാപിക്കുകയാണ്: കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. പരിശുദ്ധ മറിയത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മനോഹരമായ ഒരു തിരുവചനമാണിത്. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് എലിസബത്ത് ഉദ്ഘോഷിക്കുകയാണ്: കർത്താവിന്റെ വചനം നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. സൃഷ്ടികളിൽ പരിശുദ്ധ അമ്മയ്ക്ക് ഏറ്റവും ഉന്നതമായ സ്ഥാനവും പദവിയും
സ്വർഗം നൽകിയതിന് പ്രധാന കാരണം ഇതാണ്. അവൾ കർത്താവിൻ്റെ വചനങ്ങളെ വിശ്വസിച്ചു. 48-ാം വചനത്തിൽ വീണ്ടും വചനം പറയുന്നു, അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. സകല തലമുറകളും ഇപ്പോൾ മുതൽ എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. പരിശുദ്ധ മറിയത്തെ ദൈവത്തിൻ്റെ അമ്മയായി സ്വർഗം തെരഞ്ഞെടുക്കുവാനുള്ള പ്രധാന കാരണം എന്താ? മറിയത്തിൻ്റെ താഴ്മയാണ്, എളിമയാണ്. സഭാ ചരിത്രം നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ നൂറ്റാണ്ടുകളായി ജനകോടികൾ പരിശുദ്ധ അമ്മയെ പ്രകീർത്തിക്കുകയാണ്. ദൈവമാതാവായി, സഭയുടെ അമ്മയായി, ദൈവജനത്തിൻ്റെ അമ്മയായി ജനകോടികൾ സഭയുടെ എല്ലാ കാലഘട്ടങ്ങളിലും പരിശുദ്ധ അമ്മയോട് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, തിരുസഭയിൽ പരിശുദ്ധ മറിയത്തിന് ശ്രേഷ്ഠമായ ഒരു സ്ഥാനമുണ്ട്. 2-ാം വത്തിക്കൻ കൗൺസിൽ സഭ വ്യക്തമായി പരിശുദ്ധ മറിയത്തെക്കുറിച്ച് പറയുകയാണ്, മനുഷ്യരക്ഷയിൽ മറിയത്തിനുള്ള സ്വാധീനം ഏതെങ്കിലും വസ്തുനിഷ്ഠമായ ആവശ്യകതയിൽ നിന്നും ഉണ്ടായതല്ല. ദൈവം തിരുമനസ്സായതുകൊണ്ട് മാത്രം അവൾ പങ്കുകാരിയായതാണ്. ക്രിസ്തുവിൻ്റെ യോഗ്യതകളാണ് മറിയത്തിൻ്റെ സ്വാധീനതയുടെ ഉത്ഭവസ്ഥാനം. പ്രസ്തുത മാധ്യസ്ഥത്തിൽ അത് പൂർണ്ണമായും ആശ്രയിച്ചു നിൽക്കുന്നു. അതിൻ്റെ എല്ലാ ശക്തിയും ക്രിസ്തുവിൻ്റെ മാധ്യസ്ഥത്തിൽ നിന്ന് പ്രാപിക്കുന്നു. വളരെ വ്യക്തമായി സഭ പറയുകയാണ് മനുഷ്യരക്ഷയിൽ പരിശുദ്ധ മറിയത്തിനുള്ള സ്വാധീനതയെക്കുറിച്ച്. വാഴ്ത്തപ്പെട്ട ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പ വീണ്ടും പരിശുദ്ധ മറിയത്തെക്കുറിച്ച് ഇപ്രകാരം പ്രസ്താവിക്കുന്നുണ്ട്, എന്നാൽ സൃഷ്ടികളിൽ മറിയത്തെ പോലെ ക്രിസ്തുവിനെ അറിയുന്ന മറ്റൊരാളില്ല. അവന്റെ അഗാധമായ രഹസ്യത്തിലേക്ക് നമ്മെ നയിക്കുവാൻ അവന്റെ അമ്മയെ പോലെ വേറൊരാളില്ല. എത്ര മനോഹരമായ പ്രസ്താവനയാണ്. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമാതാവിനെ കുറിച്ച് വാഴ്ത്തപ്പെട്ട ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പ പറയാണ്, ദൈവത്തിന്റെ സൃഷ്ടികളിൽ, എല്ലാ സൃഷ്ടികളിലും മറിയത്തെ പോലെ ക്രിസ്തുവിനെ അറിഞ്ഞ മറ്റൊരാളിൽ. എന്താ കാരണം? 9 മാസം മറിയം തൻ്റെ ഉദരത്തിൽ അവനെ വഹിച്ചു. അവൻ്റെ ഓരോ ഹൃദയ തുടിപ്പുകളും സ്വന്തം ഹൃദയത്തിലേക്ക് അമ്മ ഏറ്റുവാങ്ങി. യേശുവിനെ കുറിച്ച് നമ്മൾ എന്തെങ്കിലുമൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മൾ മറിയത്തോട് ചോദിച്ചാൽ മതി. മറിയത്തിലൂടെ സ്വർഗം നമ്മോട് സംസാരിക്കുകയാണ്. ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത അതാണ്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 3-ാം വചനത്തിൽ യേശു ഇപ്രകാരം പറഞ്ഞു, കാലത്തിന്റെ അടയാളങ്ങൾ തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലേ? കാലത്തിന്റെ അടയാളങ്ങൾ തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലേ? ചരിത്രത്തിൽ ഏറ്റവും വലിയ പ്രതിഷീകരണമായിരുന്നു പരിശുദ്ധ അമ്മ മെജുഗോറിയായിൽ പ്രത്യക്ഷപ്പെട്ടത്. മെജുഗോറിയായിൽ പരിശുദ്ധ മറിയം പ്രത്യക്ഷപ്പെട്ടപ്പോൾ ദൈവജനത്തോട് അമ്മ ഇപ്രകാരം ആവശ്യപ്പെട്ടു, ഞാൻ നിങ്ങൾക്ക് നൽകുന്ന സന്ദേശത്തിന്റെ മാഹാത്മ്യം മനസ്സിലാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക, വിശുദ്ധ ബൈബിൾ വായിക്കുക, അതനുസരിച്ച് ജീവിക്കുക, കാലത്തിന്റെ അടയാളങ്ങൾ തിരിച്ചറിയാൻ വേണ്ടി പ്രാർത്ഥിക്കുക. മെജുഗോറിയായിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ലോക ജനതയുടെ പ്രകാരമാണ് പറഞ്ഞത്, കാലത്തിന്റെ അടയാളങ്ങൾ തിരിച്ചറിയാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക സ്വർഗത്തിന്റെ ജ്ഞാനത്തിനായി. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ മെജുഗോറിയായിൽ പരിശുദ്ധ അമ്മയിലൂടെ ത്രിയേക ദൈവം ലോക ജനതയോട്, സഭാ മക്കളോട് സംസാരിച്ച ദൈവികമായ വെളിപ്പെടുത്തലുകളാണ്. മെജുഗോറിയായിലെ പ്രതിഷീകരണങ്ങൾ സഭ പൂർണ്ണമായും അംഗീകരിച്ചതായി പ്രഖ്യാപിച്ചിട്ടില്ല. കാരണം ഇപ്പോഴും ഈ പ്രതിഷീകരണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ വാഴ്ത്തപ്പെട്ട ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പയും ബെനഡിക്ട് 16-ാമൻ മാർപ്പാപ്പയും കർദിനാൾ സ്കോൺബോൺ
കർദിനാൾ ഹാൻസ് ഉസ്വാൻ ബാൽത്താസർ, ഈ കർദിനാൾമാരും വത്തിക്കാന്റെ ഒഫീഷ്യൽ എക്സോർസിസ്റ്റായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ് അദ്ദേഹത്തെ നിയമിച്ചത്. ഫാദർ ഗബ്രിയേൽ അമോർത്ത്, കൽക്കട്ടയിൽ വാഴ്ത്തപ്പെട്ട മദർ തെരേസ, ഇവരെല്ലാം വ്യക്തിപരമായി മെജുഗോറിയയിലെ മരിയൻ പ്രത്യക്ഷീകരണത്തെ പിന്തുണച്ചിട്ടുണ്ട്. ലോക ചരിത്രത്തിൽ, സഭാ ചരിത്രത്തിൽ തന്നെ വെളിപ്പെട്ട ഏറ്റവും വലിയ പ്രത്യക്ഷീകരണമാണ് മെജുഗോറിയയിലെ പ്രത്യക്ഷീകരണം. പരിശുദ്ധ അമ്മ അവിടെ വെളിപ്പെടുത്തി, ഇതുപോലെയുള്ള എൻ്റെ അവസാനത്തെ പ്രത്യക്ഷീകരണമാണ് മെജുഗോറിയ പ്രത്യക്ഷീകരണം. പരിശുദ്ധ മറിയത്തിലൂടെ ത്രിയേക ദൈവം ഒരു പരിപൂർണമായ സമർപ്പണത്തിലേക്ക് ദൈവജനമായ നമ്മെ വിളിക്കുകയാണ്. കർത്താവിൻ്റെ സൈന്യ നിരയിൽ പങ്കാളികളാകുവാനും ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയിൽ ഭാഗവാക്കുകളായി നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായും സമർപ്പിക്കുവാനുള്ള വിളി മറിയത്തിലൂടെ ത്രിത്വം നമുക്ക് നൽകുകയാണ്. ഗോലിയാത്തിനെ തോൽപ്പിക്കുവാൻ ദാവീദ് ഉപയോഗിച്ച 5 കല്ലുകൾക്ക് സദൃശ്യമായി മറിയത്തിലൂടെ ത്രിത്വം നൽകുന്ന ഈ വിളിയെ 5 കാര്യങ്ങളിൽ നമുക്ക് സംക്ഷിപ്തമാക്കാം. ഒന്നാമതായി, മറിയത്തിലൂടെ പരിശുദ്ധ ത്രിത്വം കർത്താവിലും അവൻ്റെ സഭയുടെ പ്രബോധനങ്ങളിലുമുള്ള വിശ്വാസത്തിലേക്ക് നമ്മെ വിളിക്കുകയാണ്. മെജുഗോറിയയിൽ പരിശുദ്ധ മറിയം പ്രത്യക്ഷപ്പെട്ടപ്പോൾ പ്രധാനമായി ലോക ജനതയ്ക്ക് നൽകിയ ഒന്നാമത്തെ മെസ്സേജ് ഇതാണ്: നിങ്ങൾ വിശ്വാസത്തിലേക്ക് തിരിച്ചു വരിക, നിങ്ങൾ വിശ്വാസത്തിലേക്ക് മടങ്ങി വരിക. കർത്താവിലും അവിടുത്തെ സഭയുടെ പ്രബോധനങ്ങളിലുമുള്ള വിശ്വാസത്തിലേക്ക് ലോക ജനതയോട് തിരിച്ചു വരുവാൻ പരിശുദ്ധ മറിയത്തിലൂടെ സ്വർഗം ആവശ്യപ്പെടുകയാണ്. നമുക്കറിയാം ഈ ലോകത്തിന്റെ പാപം എന്താണ്, ഈ ലോകത്തിന്റെ തിന്മ എന്താ. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 8-9 തിരുവചനങ്ങളിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഈശോ പഠിപ്പിക്കുകയാണ്. കർത്താവ് പറഞ്ഞു, അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നിങ്ങളെ ബോധ്യപ്പെടുത്തും. 9-ാം വചനത്തിൽ വീണ്ടും ഈശോ പറയുകയാണ്, നിങ്ങൾ എന്നിൽ വിശ്വസിക്കാത്തത് കൊണ്ട് പാപത്തെക്കുറിച്ച് അവൻ ബോധ്യപ്പെടുത്തും. പ്രിയപ്പെട്ടവരെ, എന്താണ് പാപം? അവിശ്വാസമാണ് പാപം, വിശ്വാസരാഹിത്യമാണ് പാപം. ഈ ലോകത്തിന്റെ തിന്മ എന്ന് പറയുന്നത് വിശ്വാസത്യാഗമാണ്, വിശ്വാസരാഹിത്യമാണ്. ദൈവനിഷേധത്തിന്റെയും ദൈവദൂഷണത്തിന്റെയും പുതപ്പ് കൊണ്ട് സാത്താൻ ലോക ജനതയെ ഇന്ന് പുതപ്പിച്ചുകൊണ്ടിരിക്കുക. ലോകമെമ്പാടും വിശ്വാസത്യാഗത്തിന് അടയാളങ്ങൾ ഇന്ന് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കി പരിശുദ്ധ അമ്മ ലോക ജനതയെ വിളിക്കുകയാണ് വിശ്വാസത്തിലേക്ക്. മക്കളെ, നിങ്ങൾ മടങ്ങി വരിക, തിരിച്ചു വരിക കർത്താവിലും അവൻ്റെ സഭയുടെ പ്രബോധനങ്ങളിലേക്കും. പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്കെതിരെ ലേഖനം 14-ാം അധ്യായം 23-ാം വചനത്തിൽ വീണ്ടും വചനം പറയുന്നുണ്ട്, വിശ്വാസത്തിൽ നിന്നല്ലാതെ ഉത്ഭവിക്കുന്നത് എന്തും പാപമാണ്. പ്രിയപ്പെട്ടവരെ, എന്താണ് പാപം? സഹോദര സഹോദരി, എന്താണ് പാപം? കർത്താവിന്റെ വചനം വ്യക്തമായി പറയുകയാണ്, അവിശ്വാസമാണ് പാപം, അവിശ്വാസമാണ് പാപം. മാർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 23-ാം വചനത്തിൽ യേശു പറഞ്ഞു, വിശ്വസിക്കുന്നവനെ എല്ലാ കാര്യങ്ങളും സാധിക്കും. നമ്മുടെ ഹൃദയത്തിലേക്ക് വചനം നമ്മൾ സ്വീകരിക്കണം. വിശ്വാസത്തിന്റെ പ്രാധാന്യം കർത്താവ് ഊന്നി ഊന്നി നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇസ്രായേൽ ജനം ദൈവത്തിന് വാഗ്ദത്തം കേട്ടവരാണ്, അനുഭവിച്ചവരാണ്, ദൈവത്തിന്റെ പരിപാലന സ്വന്തമാക്കിയവരാണ്. എന്നാൽ ജോഷുവായും കാലെബും ഒഴിച്ച് വേറെ ആരും വാഗ്ദാന ദേശത്ത് പ്രവേശിച്ചില്ല. ഹെബ്രായ ലേഖനത്തിൽ നമുക്ക് കാണാൻ കഴിയും, ദൈവത്തിന്റെ സ്വന്തം ജനമായ ഇസ്രായേലിന്റെ ഈ പരാജയത്തിന് കാരണം അവരുടെ അവിശ്വാസമായിരുന്നു. പ്രിയ സഹോദര സഹോദരി, പരിശുദ്ധ മറിയത്തിലൂടെ ത്രിയേക ദൈവം
നമ്മെ ഓരോരുത്തരെയും, ലോക ജനതയെ, സകല ജനപദങ്ങളെയും വിശ്വാസത്തിലേക്ക് വിളിക്കുകയാണ്. തിരിച്ചു വരിക, നിങ്ങൾ മടങ്ങി വരിക. രണ്ടാമതായി പരിശുദ്ധ മറിയത്തിലൂടെ ത്രിത്വം നൽകുന്ന വിളി, പ്രാർത്ഥനയിലേക്ക് തിരിച്ചു വരിക. മക്കളെ, നിങ്ങൾ പ്രാർത്ഥനയിലേക്ക് മടങ്ങി വരിക. പത്രോസ് അപ്പോസ്തലൻ എഴുതിയ ഒന്നാമത്തെ ലേഖനം 4-ാം അധ്യായം 7-ാം വചനത്തിൽ സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പയായ പത്രോസ്ലീഗ പറയുകയാണ്, എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. ആയതിനാൽ നിങ്ങൾ സമചിത്തരും പ്രാർത്ഥനയിൽ ജാഗരൂകരുമായിരിക്കുവിൻ. പ്രാർത്ഥനയിൽ ജാഗരൂകരായിരിക്കുക. മറ്റേത് കാലഘട്ടത്തെക്കാളുപരി ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ ജനം പ്രാർത്ഥനയുടെ സാധ്യത തിരിച്ചറിയണം, പ്രാർത്ഥനയുടെ മഹത്വം തിരിച്ചറിയണം. ഫാത്തിമയിലും ലൂർദിലുമെല്ലാം പരിശുദ്ധ മറിയം പ്രത്യക്ഷപ്പെട്ടപ്പോൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞൊരു പ്രധാനപ്പെട്ട മെസ്സേജ് ഇതാണ്: പ്രാർത്ഥിക്കുക, പ്രേ പ്രേ പ്രേ. ലോകത്തിന് വിശുദ്ധീകരണത്തിന് വേണ്ടി, പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി മക്കളെ നിങ്ങൾ പ്രാർത്ഥിക്കുക. പരിത്യാഗങ്ങൾ അനുഷ്ഠിച്ച് പ്രാർത്ഥിക്കുക, സന്തോഷങ്ങൾ ഉപേക്ഷിച്ച് പ്രാർത്ഥിക്കുക. യുഗാന്ത്യ സഭയ്ക്ക് ത്രിയേക ദൈവം നൽകുന്ന വളരെ ശക്തമായ ഒരു ദൂതാണ് നമ്മൾ പ്രാർത്ഥനയിലേക്ക് മടങ്ങി വരണം. ലൂക്കായുടെ സുവിശേഷം 21-ാം അധ്യായം 34 മുതൽ 36 വരെയുള്ള വചനങ്ങളിൽ കർത്താവ് പറയുകയാണ്, അവസാന നാളുകളിൽ സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാകുകയും ആ ദിവസം ഒരു കെണി പോലെ നിങ്ങളുടെ മേൽ നിബന്ധിക്കുകയും ചെയ്യും. ഇവയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി 36-ാം വചനത്തിൽ കർത്താവ് പഠിപ്പിക്കുകയാണ്, മനുഷ്യപുത്രന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട ശക്തിക്ക്, കരുത്തിന് നിങ്ങൾ സദാ പ്രാർത്ഥനയിൽ ജാഗരൂകരായിരിക്കുവിൻ. പ്രാർത്ഥനയിൽ ജാഗരൂകരായിരിക്കുവിൻ. സഭയിലെ വലിയൊരു വിശുദ്ധയാണ് വിശുദ്ധ ഫൗസ്റ്റീന. ദൈവകരുണയുടെ അപ്പോസ്തലയായിട്ടാണ് തിരുസഭ അവളെ ആദരിക്കുന്നത്. ഫൗസ്റ്റീനയോട് കർത്താവ് പറഞ്ഞു, മകളെ, എൻ്റെ ഹൃദയത്തെ ഏറ്റവും അധികം സന്തോഷിപ്പിക്കുന്ന പ്രാർത്ഥന പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ് ഏറ്റവും അധികം എൻ്റെ ഹൃദയത്തെ ആനന്ദിപ്പിക്കുന്നത്. പ്രിയ സഹോദര സഹോദരി, കർത്താവിൻ്റെ ഹൃദയത്തെ ആനന്ദിപ്പിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ എങ്കിൽ കർത്താവ് നൽകുന്ന ഈ സ്വരത്തോട് പൂർണ്ണമായും വിധേയപ്പെടുക. കുടുംബമായി നിങ്ങൾ പ്രാർത്ഥിക്കുക. നമ്മുടെ കൂട്ടായ്മ പ്രാർത്ഥനകൾ ശക്തിപ്പെടണം. നമ്മൾ എന്താ ഫോക്കസ് ചെയ്യേണ്ടത്? പാപികളുടെ മാനസാന്തരം, ലോക ജനതയുടെ വിശുദ്ധീകരണം, ആത്മാക്കളുടെ രക്ഷ. ഇതായിരിക്കണം നമ്മുടെ ഫോക്കസ്. പരിശുദ്ധ മറിയം മെജുഗൂറിയയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ വളരെ വ്യക്തമായി ലോക ജനതയോട് സംസാരിച്ചു. പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക. പ്രത്യേകമായി ആത്മീയ കരുത്തിനായും മാനസാന്തരങ്ങൾക്കായും സാത്താന്റെ ശ്രമങ്ങളെ നിർവീര്യമാക്കാനായും പ്രാർത്ഥിക്കുക. തുടർന്ന് പ്രാർത്ഥനയുടെ ശക്തിയെപ്പറ്റി പരിശുദ്ധ അമ്മ സംസാരിക്കുകയാണ്. പ്രാർത്ഥനയിലൂടെ തണുത്തു മരച്ച നിങ്ങളുടെ സഹോദരങ്ങളുടെ ഹൃദയങ്ങൾ ഉരുക്കുകയും എല്ലാ തടസ്സങ്ങളും അപ്രത്യക്ഷമാവുകയും ചെയ്യും. പ്രാർത്ഥനയുടെ ശക്തിയാൽ അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ പോലും ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. പ്രാർത്ഥനയുടെ സാധ്യത നമ്മൾ തിരിച്ചറിയണം. തുടർന്ന് പരിശുദ്ധ മറിയത്തിലൂടെ ത്രിത്വം സംസാരിച്ചു. അനുദിനം നമ്മുടെ വ്യക്തിപരമായും നമ്മുടെ കുടുംബത്തിലും നമ്മൾ വിശുദ്ധ ബൈബിൾ വായിക്കണം. നമ്മുടെ കുട്ടികളെ തിരുവചനങ്ങൾ വായിക്കാൻ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണം. എല്ലാ കുടുംബ പ്രാർത്ഥനയിലും നിങ്ങൾ വിശുദ്ധ ബൈബിൾ വായിക്കണം. വ്യക്തിപരമായി നമ്മൾ വചനത്തിൽ വളരണം. ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കണം. ഒരു വചനാത്മകമായ അനുഭവം നമ്മുടെ സഭാ സമൂഹങ്ങൾക്കും കൂട്ടായ്മകൾക്കും കുടുംബങ്ങൾക്കെല്ലാം സംഭവിക്കണം. അനുദിന വിശുദ്ധ കുർബാനയുടെ പ്രാധാന്യത പരിശുദ്ധമ്മ പറഞ്ഞു. എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് യോഗ്യതയോടെ
യേശുക്രിസ്തുവിൻ്റെ തിരുശരീരക്തങ്ങൾ സ്വീകരിക്കണം. വ്യക്തിപരമായും കുടുംബമായും അനുദിനം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം. വാഴ്ത്തപ്പെട്ട ജോൺ 2 മാർപ്പാപ്പ പറയുന്നുണ്ട്, ജപമാല പ്രാർത്ഥന ദൈവത്തോട് നമ്മെ ബന്ധിപ്പിക്കുന്ന അത്ഭുതത്തിൻ്റെ ചരടാണ്. അത്ഭുതത്തിൻ്റെ ചരടാണ്. പ്രിയപ്പെട്ടവരെ, എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് ജപമാല ചൊല്ലി വിശുദ്ധ ബൈബിൾ വായിച്ച് പ്രാർത്ഥനയുടെ ആത്മാവിൽ നമ്മുടെ വ്യക്തി ജീവിതങ്ങളും നമ്മുടെ കുടുംബങ്ങളും കൂട്ടായ്മകളും സഭാ സമൂഹങ്ങളെല്ലാം നിറയപ്പെടുവാൻ പരിശുദ്ധ അമ്മയിലൂടെ സ്വർഗം സംസാരിക്കുകയാണ്. അടുത്ത പ്രധാനപ്പെട്ട 3 തലങ്ങൾ അടുത്ത ആഴ്ചയിലെ വചന ശുശ്രൂഷയിൽ നമ്മൾ ധ്യാനിക്കാൻ പോവുകയാണ്. മഹത്വത്തിൻ സാന്നിധ്യം എന്ന ശുശ്രൂഷ കാണുന്ന എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കളോട് നമ്മുടെ ശാലോം ടെലിവിഷനിൽ മാർച്ച് മാസം മുതൽ എല്ലാ ചൊവ്വാഴ്ചയും രാത്രി 8 മണിക്ക് സംപ്രേഷണം ചെയ്യുന്ന ഈ ശുശ്രൂഷ എല്ലാ ചൊവ്വാഴ്ചയും രാത്രി 7:30 മാർച്ച് മാസം മുതൽ സംപ്രേഷണം ചെയ്യുക. നിങ്ങളിതൊരു അറിയിപ്പായിട്ട് സ്വീകരിക്കണം. അനേകരോട് ഈ സമയമാറ്റത്തെക്കുറിച്ച് നിങ്ങൾ പങ്കുവയ്ക്കണം. നിങ്ങളുടെ എല്ലാ വ്യക്തിപരമായ നിയോഗങ്ങളെയും നിരവധിയായ ആവശ്യങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെ മുഴുവനും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. മഹത്വപൂർണനായ ദൈവം തന്നെ ശൂന്യനാക്കി തിരുവോസ്തിരൂപനായി നമ്മുടെ മധ്യേ കടന്നു വന്നിരിക്കുകയാണ്. പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ മുട്ടുകുത്തി വലിയ വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. കാലത്തിൻ്റെ അടയാളങ്ങൾ എന്ന വചന പരമ്പരയിലൂടെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണങ്ങളുടെ സെക്കൻഡ് പാർട്ട് നമ്മളെ കർത്താവ് ഇന്ന് പഠിപ്പിക്കുകയായിരുന്നു. കർത്താവ് വ്യക്തമായിട്ട് പറയുന്നു, തകർന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് കുടുംബങ്ങളെ ഇന്നത്തെ ആരാധന ശുശ്രൂഷയിലൂടെ അവിടുന്ന് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇരുകരങ്ങളും ഉയർത്തി അപ്പനും അമ്മയും മക്കളും ഒരുമിച്ച് പ്രാർത്ഥിക്കുക. സഹോദരി സഹോദരങ്ങൾ പ്രാർത്ഥിക്കുക. കുടുംബങ്ങൾ പരിശുദ്ധാത്മാവിൽ നിറയപ്പെടുവാൻ, കുടുംബങ്ങൾ ദൈവസ്നേഹത്തിൽ നിറയപ്പെടുവാൻ, ഓരോ കുടുംബങ്ങളും കർത്താവിന്റെ സാന്നിധ്യത്താൽ വിശുദ്ധീകരിക്കപ്പെടുവാൻ, വിശ്വാസത്തിൽ, ജീവിത വിശുദ്ധിയിൽ, പരസ്നേഹത്തിൽ, ദൈവസ്നേഹത്തിൽ കത്തി പടരുവാൻ ആഗ്രഹിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി സ്വരമുയർത്തി യേശുവിനെ വിളിക്കേ. യേശുവേ, പ്രവർത്തിക്കണമേ, പ്രവർത്തിക്കണമേ. ലോകമെമ്പാടുമുള്ള എല്ലാ കുടുംബങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളിൽ കർത്താവേ അങ്ങ് രാജാവായി വാഴണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആഗോള സഭയിലുള്ള എല്ലാ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവെ പ്രവർത്തിക്കണമേ. സാത്താന്റെ ആധിപത്യങ്ങളെ നിർവീര്യമാക്കണമേ. കാലത്തിന്റെ അടയാളങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് കുടുംബമായി കർത്താവിന്റെ വിശുദ്ധിയിൽ ജീവിക്കുവാൻ, കുടുംബമായി വിശ്വാസത്തിൽ വളരുവാൻ, കുടുംബമായി പരസ്പരം സ്നേഹിച്ചാഴപ്പെടുവാൻ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ, അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധിയുടെ, സ്നേഹത്തിന്റെ, കൃപയുടെ, പ്രാർത്ഥനയുടെ ഭവനങ്ങളായി ഓരോ കുടുംബങ്ങളും ഈ ആരാധന ശുശ്രൂഷ വഴി രൂപാന്തരപ്പെടട്ടെ. ലോർഡ് ബ്ലെസ്, ബ്ലെസ്, ബ്ലെസ് ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, പിതാവേ നന്ദി. അടുത്ത ആഴ്ചയിൽ കാലത്തിന് അടയാളങ്ങൾ എന്ന വചന പരമ്പരയിലൂടെ പരിശുദ്ധ അമ്മയുടെ പങ്കിനെ കുറിച്ച് നമ്മൾ ധ്യാനിക്കുകയാണ്. പ്രാർത്ഥിച്ചൊരുങ്ങി എല്ലാവരും കടന്നു വരിക. മഹത്വമേ, മഹത്വമേ, മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ, മഹത്വമേ, മഹത്വത്തിൻ കർത്താവേ, മഹത്വത്തിൻ സാന്നിധ്യം.
രാജാവേ